വിജയ് ചിത്രം ജനനായകന്റെ പ്രിന്റ് ലീക്കായതോടെ മറ്റൊരു സിനിമയും അണിയറക്കാരും ട്രോളുകളിൽ നിറയുന്നുണ്ട്. ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകന്റെ ക്ഷമ പരീക്ഷിച്ച് 10 വർഷത്തോളമായി പെട്ടിയിൽ കിടക്കുന്ന വിക്രം ചിത്രം ധ്രുവ നക്ഷത്രം 2016 സിനിമയുടെ എല്ലാ വർക്കും പൂർത്തിയായിട്ടും ഇന്നും റിലീസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകാതെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ കിടക്കുകയാണ് വിക്രം ഗൗതം മേനോൻ ടീമിന്റെ ധ്രുവ നക്ഷത്രം. ജനനായകന്റെ ലീക്ക്ഡ് പ്രിന്റ് പല സൈറ്റുകളിലും ലഭ്യമാണെന്ന് പറയപ്പെടുന്നു. ചിത്രത്തിന്റെ ഫൈനൽ എഡിറ്റിംഗ് നടക്കുന്നതിനിടയിലോ മറ്റോ ആണ് ചിത്രം ലീക്കാവുന്നത്. ഇത്രയൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടായിട്ടും ചിത്രം ലീക്കായി. വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായ ഇലക്ഷൻ പ്രചാരണം ലക്ഷ്യം വെച്ചുള്ള സിനിമ ആയതിനാൽ റിലീസ് നിയമ തടസ്സം മൂലം നീളുന്നതിനാൽ ഇലക്ഷന് മുമ്പ് വിജയിയുടെ അറിവോടെ തന്നെ ചിത്രം ലീക്കായതാണ് എന്നും ശക്തമായ ആരോപണങ്ങളുണ്ട്. നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിന്റെ നഷ്ടം നികത്താൻ വിജയ് ഒരു ചിത്രം കൂടി ഓഫർ ചെയ്തതായും വാർത്തകളുണ്ട്. എന്തു തന്നെയായാലും ചിത്രം പൂർണ്ണമായും പുറത്തായിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് ധ്രുവ നക്ഷത്രം ടീമിനെ ട്രോളന്മാർ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്നത്. അഭിനന്ദനമാണെങ്കിലും സംഗതി സത്യത്തിൽ ട്രോളന്മാർ പരിഹസിക്കുകയാണ്. 10 വർഷത്തിലധികമായിട്ടും ചിത്രത്തിലെ ഒരു രംഗം പോലും ലീക്കായിട്ടില്ലെന്നും അത്രയധികം സുരക്ഷിതമായിട്ടാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുമായിരുന്നു ട്രോളന്മാർ തമാശ രൂപേണ പറയുന്നത്. ചിത്രം ലീക്കാക്കണമെന്ന് അണിയറ പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ടായിട്ടും സ്റ്റോർ ചെയ്ത ഹാർഡ് ഡിസ്ക് കാലപ്പഴക്കം കൊണ്ട് അടിച്ചു പോയതിനാൽ ഇനി ഒരിക്കലും ലീക്കാകാനും റിലീസാകാനും പോകുന്നില്ലെന്നും മറ്റൊരു വിഭാഗം ട്രോളന്മാരും കളിയാക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, ഷൂട്ടിങ്ങിനിടയിൽ ക്യാമറ ഓണാക്കാൻ ക്യാമറാമാൻ മറന്നതാവാമെന്നും മറ്റൊരു വിഭാഗവും ഏറ്റുപാടുന്നുണ്ട്. എന്തു തന്നെയായാലും ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും പല റിലീസിംഗ് തീയതികളും അണിയറ പ്രവർത്തകർ ഇടയ്ക്കിടെ പുറത്തുവിടാറുണ്ട്. റിലീസിംഗ് ഡേറ്റ് ആവുന്നതനുസരിച്ച് ഒരാഴ്ച മുമ്പോ മറ്റോ വീണ്ടും മറ്റൊരു ഡേറ്റ് ഇടും. ഇതാണ് കാലമേറെയായി നടന്നുകൊണ്ടിരിക്കുന്നത്. 2023 നവംബർ 24 എല്ലാം പൂർത്തിയാക്കി റിലീസിംഗ് ഡേറ്റും തിയേറ്ററുകളും ഫിക്സ് ചെയ്ത് പോസ്റ്ററും അടിച്ച് നാട്ടിലെങ്ങും ഒട്ടിച്ചിട്ടും കൃത്യം റിലീസ് ദിവസത്തിന്റെ അന്ന് രാവിലെ അന്തിമ തീരുമാനം വന്നു. റിലീസ് സാങ്കേതിക കാരണങ്ങളാൽ നീട്ടിവെച്ചിരിക്കുന്നതെന്ന്. ആദ്യ ഷോയ്ക്ക് ആരാധകർ കാത്തിരുന്ന അവസാന നിമിഷത്തിലായിരുന്നു ഇങ്ങനെ ഒരു മലക്കമറിച്ച്. ഇതോടുകൂടി ചിത്രത്തെ ആരാധകർ പോലും കൈവിട്ട അവസ്ഥയായിരുന്നു. എന്നാൽ സംവിധായകൻ ഗൗതം മേനോനും സിനിമയുടെ അണിയറ പ്രവർത്തകരും കൃത്യമായ ഇടവേളകളിൽ സിനിമയുടെ പോസ്റ്ററുകളോ എന്തെങ്കിലും അപ്ഡേറ്റുകളോ പുറത്തുവിട്ട് ചർച്ചകൾ സജീവമാക്കി നിർത്തും. അതുകൊണ്ട് ആരാധകർക്കും ചിത്രത്തെ കൈയൊഴിയാൻ വല്ലാത്ത പ്രയാസം നേരിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ധ്രുവ നക്ഷത്രം എന്ന ചിത്രം നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളി? എന്തുകൊണ്ടായിരിക്കാം ഓരോ വട്ടവും ആരാധകരെ കൊതിപ്പിച്ച് കടന്നുകളയും പോലെ ചിത്രം നീണ്ടു പോകുന്നത്? ചിത്രത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പല അനിശ്ചിതാവസ്ഥകളും ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് വരുന്നത് 2013 അന്ന് സൂര്യയെ നായകനാക്കിയാണ് ഗൗതം മേനോൻ പ്രൊജക്ട് അനൗൺസ് ചെയ്തത്. എന്നാൽ ക്രിയേറ്റീവായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ആ പ്രൊജക്ട് അന്ന് ഉപേക്ഷിക്കപ്പെട്ടു. തിരക്കഥയിൽ വ്യക്തതയില്ല എന്ന കാരണം പറഞ്ഞാണ് സൂര്യ പിന്മാറിയത്. പിന്നീട് 2016 വിക്രമിനെ നായകനാക്കി സിനിമ വീണ്ടും പ്രഖ്യാപിച്ചു. തുടർന്ന് ഔദ്യോഗികമായി സിനിമയുടെ ആദ്യ വീഡിയോ അപ്ഡേറ്റ് 2017 ജനുവരി 14 വന്നു. വിക്രമിന്റെ സ്റ്റൈലിഷായ ജോൺ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന ഒരു ടീസർ ആയിരുന്നു അത്. ഹാരിസ് ജയരാജിന്റെ പശ്ചാത്തല സംഗീതവും ന്യൂയോർക്കിലെ ലൊക്കേഷനുകളും വലിയ തരംഗമുണ്ടാക്കിയിരുന്നു. വിക്രം ഫ്ലൈറ്റ് ഇറങ്ങി നടന്നു വരുന്ന ആ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിൽ റീലുകളിലും മറ്റും ഇപ്പോഴും സജീവമാണ്. അതേ വർഷം വിക്രമിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് രണ്ടാമത്തെ ടീസറും പുറത്തു വന്നു. പിന്നീട് പടത്തിന്റെ അപ്ഡേറ്റ് വരുന്നത് 2018 വിനായകൻ വില്ലനായി എത്തുന്നു എന്ന സൂചനയോടെയാണ് പുതിയ ടീസർ പുറത്തിറങ്ങിയത്. പിന്നീട് 2020 ചിത്രത്തിന്റെ ആദ്യ ഗാനം പുറത്തുവിട്ടാണ് ധ്രുവ നക്ഷത്രം ടീം പ്രേക്ഷകരെ പിടിച്ചു നിർത്തിയത്. ഓർക്കണം, ലാസ്റ്റ് അപ്ഡേറ്റ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഒരു മനം എന്ന് തുടങ്ങുന്ന ഗാനം അന്നത്തെ വലിയ ഹിറ്റായി മാറിയിരുന്നു. എന്നാൽ റിലീസിന്റെ കാര്യം ഒന്നും തീരുമാനമായില്ല. ഇതും കഴിഞ്ഞ് 3 വർഷത്തിനു ശേഷം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്ന ട്രെയിലർ തന്നെയായിരുന്നു അത്. സാധാരണ ഇത്ര വർഷത്തിന്റെ ഗ്യാപ്പ് റിലീസിനിടയിൽ വന്നാൽ സിനിമ ഔട്ട്ഡേറ്റഡ് ആയി മാറുമെന്നുള്ള പ്രതീതി ഉണ്ടാകും. എന്നാൽ ട്രെയിലറിന്റെ ക്വാളിറ്റി കണ്ട് അത്തരം ധാരണകളൊക്കെ മാറിപ്പോയി. തുടർന്ന് ഹിസ് നെയിം ഈസ് ജോൺ എന്നൊരു റാപ്പ് ഗാനവും പുറത്തിറങ്ങിയിരുന്നു. ഈ ഗാനവും വലിയ ഹിറ്റായിരുന്നു. ഇതിനിടയിൽ 2-3 തവണ സിനിമ റിലീസാകുമെന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2023 നവംബർ 24 സിനിമ റിലീസ് ചെയ്യുമെന്ന് ഔദ്യോഗിക വിവരം ഉണ്ടായി. എന്നാൽ അന്നും നീട്ടിവെക്കൽ തന്നെ സംഭവിച്ചു. സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇത്. റിലീസ് ഡേറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും
ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുകയും ചെയ്ത ശേഷം റിലീസിന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ ചിത്രം റിലീസ് ചെയ്യാതെ നിന്നുപോകുന്ന സാഹചര്യം സമാനതകളില്ലാത്തതാണ്. ധ്രുവ നക്ഷത്രം സിനിമയുടെ റിലീസിന് പ്രധാനമായും തടസ്സമാകുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതകളും ഇതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളുമാണ്. സിനിമയുടെ നിർമ്മാണത്തിനിടയിൽ സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം വിദേശ രാജ്യങ്ങളിലെ ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പലതവണ തടസ്സപ്പെട്ടിരുന്നു. റിലീസിന് തൊട്ടടുത്തെത്തിയ ഘട്ടങ്ങളിലെല്ലാം പഴയ കടബാധ്യതകൾ തീർക്കണമെന്നാവശ്യപ്പെട്ട് ഫൈനാൻഷ്യർമാർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചതും തിരിച്ചടിയായി. 2013 നവംബറിൽ സിനിമ റിലീസ് ചെയ്യാൻ ഇരുന്നപ്പോൾ ഒരു നിശ്ചിത തുക കോടതിയിൽ കെട്ടിവെക്കണമെന്ന് ഉത്തരവുണ്ടായിരുന്നെങ്കിലും അത് സാധിക്കാതെ വന്നതോടെയാണ് അവസാന നിമിഷം പ്രദർശനം മാറ്റിവെക്കേണ്ടി വന്നത്. ഇതുകൂടാതെ സിനിമയുടെ OTT അവകാശങ്ങൾ വലിയ തുകയ്ക്ക് വിൽക്കാനുള്ള ശ്രമങ്ങളും പ്രതീക്ഷിച്ച ഫലം കണ്ടിരുന്നില്ല. എന്നാൽ നിലവിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കേസുകൾ റദ്ദാക്കപ്പെട്ടതും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ ധാരണകൾ ഉണ്ടായതും വലിയ ആശ്വാസമാണ്. ഈ തടസ്സങ്ങളെല്ലാം നീക്കി 2026 തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ. ലഭ്യമായ വാർത്തകൾ പ്രകാരം സിനിമ റിലീസ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും അവസാന നിമിഷം എന്തെങ്കിലും തടസ്സം നേരിട്ട് നീണ്ടുപോകുന്നത് തന്നെയാണ് സ്ഥിരമായി കാണുന്നത്. എന്തു തന്നെ ആയിരുന്നാലും ജനനായകൻ മുഖേന ധ്രുവ നക്ഷത്രത്തിന് ട്രോൾ കിട്ടുന്നത് സിനിമയ്ക്ക് ഒരു തരത്തിൽ ഗുണം തന്നെയാണ്. എന്നെങ്കിലും ചിത്രം റിലീസ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത്രയും കാലം അപ്ഡേറ്റ്സ് നൽകിക്കൊണ്ടിരിക്കണം. അതും വ്യത്യസ്തമായ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നൽകണം. അതിനും പ്രൊഡക്ഷൻ ഹൗസ് പണം കണ്ടെത്തണം. എന്നാൽ ഇപ്പോൾ ചുമ്മാ ചിത്രത്തിനൊരു പ്രൊമോഷനായി ചർച്ചകളിൽ സിനിമ സജീവമായി നിലനിൽക്കുകയും ചെയ്തു. എന്തായാലും ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതമായി നീളുന്നതുമായി ബന്ധപ്പെട്ട ഏതാനും ട്രോളുകൾ കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്കും ചിത്രത്തിനായി കാത്തിരിക്കാം. ഏതോ ഒരു വിരുദ്ധൻ പറഞ്ഞ ട്രോളാണിത്. നക്ഷത്രങ്ങൾ ആകാശത്ത് തന്നെ നിൽക്കുന്നത് പോലെ ഈ സിനിമയും ലൂപ്പിൽ കിടക്കുകയാണെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. സിനിമയുടെ പേര് അന്വർത്ഥമായി. ധ്രുവ നക്ഷത്രം പോലെ അത് അവിടെ തന്നെ മാറ്റമില്ലാതെ നിൽക്കുന്നു. നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചാലും അത് അവിടെ തന്നെ കാണും. ഇനി മറ്റൊരെണ്ണം നോക്കാം. വിക്രം സാർ സിനിമയിൽ സ്പൈ ആയി പോയതാണ്. പക്ഷേ സിനിമ റിലീസ് ആകുമ്പോഴേക്കും പുള്ളിക്ക് സർവീസിൽ നിന്ന് റിട്ടയർമെന്റ് കിട്ടിക്കാണും. എന്താണ് ചിത്രത്തെക്കുറിച്ചും ചിത്രത്തെ ചുറ്റിപ്പറ്റി കറങ്ങുന്ന ട്രോളുകളെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.